ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാണ് ചെമ്മീൻ പെരട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണേ നോക്കണ്ടേ. ഇവിടെ ഒരു 400 ഗ്രാം ചെമ്മീൻ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അധികം എരിവുണ്ടാവില്ല ഇതിന്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒരു 30 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതാ ഇവിടെ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ കുഞ്ഞുള്ളിയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര എടുത്തേക്കണത്. അപ്പോൾ ഉള്ളി ചേർക്കണതാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 10 അല്ലിയോളം വെളുത്തുള്ളി ഉണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒരു ഫ്രൈങ് പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ആ ചെമ്മീനൊക്കെ ഒന്ന് മുരിയിച്ചെടുക്കാം. അധികം മുരിയിക്കരുത് കേട്ടോ, അധികം വറുത്തെടുക്കരുത്, അപ്പോൾ കല്ല് പോലെ ഇരിക്കും. ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണയും ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റോളം നമ്മളത് മറിച്ചിടരുത് കേട്ടോ. 1 മിനിറ്റ് അനക്കാതെ വെക്കുക. അതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ അധികം മുരിഞ്ഞിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ കല്ല് പോലെ ഇരിക്കും, ടേസ്റ്റ് അധികം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ആയി വരുന്നുണ്ട് കേട്ടോ. ഇതായി വന്ന ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അതാ സംഭവം ആയിട്ടുണ്ട്. ഇതിനി ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടി ചൂടാക്കിയിട്ട് നമുക്ക് എല്ലാം ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ അതേ തേങ്ങാക്കൊത്താണിത്. 1 കപ്പ് തേങ്ങാക്കൊത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഉണ്ട്, ഫ്രഷായിട്ട് ചേർത്ത് നല്ലതാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിങ്ങനെ ഉണങ്ങിപ്പോയതാണേ. അതൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മുടെ ചതച്ച് വെച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതിട്ട് കൊടുക്കുക. ചതച്ചെടുക്കുന്നതാണ് നല്ലത്, ഉള്ളി ചേർക്കുന്നതാണ് നല്ലത്. പിന്നെ ഉള്ളി ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു മുഴുവൻ സവാള ചേർത്താൽ മതി. അതെല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചതച്ച മുളക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത മുളകില്ലേ, അത് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എരിവിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വാളംപുളിയാണ് എടുത്തേക്കുന്നത്. അത് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് അലിയിച്ച ശേഷം ആ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. കുടംപുളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുത്ത് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. ഈ സമയം ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പിലയും കൂടി ഞാൻ ഒന്ന് പൊടിച്ചിട്ടൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. അത് പൊടിക്കാൻ പറ്റിയ പാകത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പെരട്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നല്ല ചൂട് ചോറിനോടൊപ്പം കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇതാ കാന്താരി മുളക്, തൈരിലിട്ട് വെച്ച കാന്താരി മുളകാണ്. നമ്മുടെ ചെമ്മീൻ എടുത്തു, കുറച്ച് തൈരും മുളകും കൂടി എടുത്തു. ഇതാ കഴിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.